ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സ് ഐറ്റം പരിചയപ്പെട്ടാലോ? പരിപ്പിനൊക്കെ വില കൂടുതലല്ലേ, ചക്കക്കുരു ഇഷ്ടം പോലെ കിട്ടുമല്ലോ. ചക്കക്കുരുവിനും ഗുണങ്ങളും ഏറെയാണല്ലോ. അതുകൊണ്ട് ചക്കക്കുരു വെച്ചൊരു പരിപ്പുവട ഉണ്ടാക്കിയാലോ? ചക്കക്കുരു അതിന് വേണ്ടിയിട്ട് നന്നാക്കി ബുദ്ധിമുട്ടേണ്ടതൊന്നുമില്ല. പരിപ്പ് കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ രുചികരമാണ് ചക്കക്കുരു കൊണ്ട് പരിപ്പുവട ഉണ്ടാക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? അതിനായി തൊലിയോടുകൂടി ചക്കക്കുരു കഴുകി, ചക്കയൊക്കെ കഴുകുമ്പോൾ ചക്കക്കുരു എടുത്തു വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ വെറൈറ്റി സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. കഴുകി വെച്ച ചക്കക്കുരു കുക്കറിലേക്ക് ഇടുക. പാകത്തിന് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് അടുപ്പത്ത് വയ്ക്കുക. ചക്കക്കുരു വേവിക്കുമ്പോൾ ചക്കക്കുരു അധികം വെന്തു പോവരുത്. വെന്തു പോവാതെ നോക്കണം. രണ്ട് വിസിലടിക്കുമ്പോൾ ഓഫാക്കുക. ഓഫാക്കിയതിനു ശേഷം ചക്കക്കുരു തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് നന്നാക്കി എടുക്കണം. ചക്കക്കുരു തൊലി കളയാതെ വേവിച്ചത് വെന്തതിന് ശേഷം തൊലി കളയാൻ എളുപ്പമായതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയാലോ? അതിനു വേണ്ടി ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ എടുക്കാം. ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇവ നന്നായി ചതച്ചെടുക്കണം. ഇഞ്ചി പച്ചമുളകും ഒക്കെ ഇട്ട് ചതച്ച് വെച്ചതാണിത്. ചക്കക്കുരു വെന്തതിന് ശേഷം തൊലി കളഞ്ഞു വെച്ചതാണിത്. തൊലി കളഞ്ഞു വെച്ച ചക്കക്കുരു മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചു വെച്ച ചക്കക്കുരുവിലേക്ക് ചെറിയുള്ളി, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് ഇട്ട് നന്നായി മിക്സ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടാം. ഇനി സ്റ്റൗ കത്തിച്ച് ചീൻചട്ടി അടുപ്പത്തേക്ക് വെക്കാം. ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലിൽ പൊരിക്കാം. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത്. റെഡിയാക്കി വെച്ച പരിപ്പുവടേൻ്റെ മിക്സ് കുറേശ്ശെ എടുത്ത് പരത്തി വയ്ക്കാം. എണ്ണ ചൂടായി. ഇനി ഇത് ഓരോന്ന് അതിലേക്ക് ഇടാം. ഒരു വശം മൂക്കുമ്പോൾ തിരിച്ചിടാം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് മൂപ്പിച്ച് കോരാം.
പരിപ്പേട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ബാക്കി പരത്തി വെച്ചതും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ പരിപാടിയും അങ്ങനെ നമ്മൾ ചുട്ടെടുത്ത് കഴിഞ്ഞു. അങ്ങനെ രുചികരമായ ചക്കക്കുരു പരിപ്പുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് അറിയിക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ടാറ്റാ ബൈ ബൈ.